സെലിബ്രിറ്റി ഫാഷൻ ഡിസൈനറാണ്, മോഡലാണ്. തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഓരോ അനുഭവങ്ങളും ഇന്നും ഓരോ പാഠങ്ങളാണ്. നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. ആയിഷ, നമസ്കാരം. ചിരിച്ചിരിക്കുന്നു, ഒരുപാട് ഫാഷനി വന്ന് നിൽക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ അല്ലെങ്കിൽ ഇതിനെല്ലാം പുറകിൽ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് വലിയൊരു കഥയല്ലേ? ലൈഫിൽ ഒരുപാട് ഡിപ്രഷനും ഒരുപാട് സ്ട്രഗിളൊക്കെ അനുഭവിച്ച് വന്ന് ഇന്നിപ്പോൾ ഓവർകം ചെയ്ത് വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഡിപ്രഷൻ്റെ തുടക്കമുള്ളൊരു കഥ എന്തായിരുന്നു? ഞാൻ എൻ്റെ ഉപ്പും ഉമ്മയും കൂടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ എൻ്റെ ഉപ്പ മരിച്ചു. 18ാമത്തെ വയസ്സിൽ ഞാൻ ഒരു കുട്ടിയുടെ അമ്മയായി. വിഷമമുണ്ട്. എൻ്റെ മോനെ എനിക്ക് ശരിക്കും വളർത്തറിഞ്ഞ് പറ്റിയിട്ടില്ല എന്നുള്ള തോന്നലൊക്കെ എനിക്ക് വരാറുണ്ട്. ഷർട്ട് കൊടുക്കുന്നു മമ്മൂക്കയ്ക്ക്. ഏതെങ്കിലും പ്രോഗ്രാമിൽ സാർ ഇതിടണം, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സാറിന് ഇതിട്ട് കാണണം എന്നുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഷർട്ട് കൊടുത്തത്. എൻ്റെ മോള് +2 പഠിക്കുന്നത്. ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വിവാഹം വേണ്ട. പിന്നെ ലിവിൻ ടൂതറാണോ ഉദ്ദേശിക്കുന്നത്? അതെനിക്കറിയില്ല, അത് ചോദിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഇതിനോടൊപ്പം ഉള്ളത് സെലിബ്രിറ്റി ഫാഷൻ ഡിസൈനറാണ്, മോഡലാണ്. തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഓരോ അനുഭവങ്ങളും ഇന്നും ഓരോ പാഠങ്ങളാണ്. നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. ആയിഷ, നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കുറേ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഇപ്പം ചിരിച്ചിരിക്കുന്നു, ഒരുപാട് ഫാഷനി വന്ന് നിൽക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ അല്ലെങ്കിൽ ഇതിനെല്ലാം പുറകിലൊരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് വലിയൊരു കഥയല്ലേ? അതെ അതെ അതെ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ആയിഷ? അതെ. എവിടായിരുന്നു സ്വദേശം? വീട്ടിൽ ആരൊക്കെയോ ഉണ്ട് അല്ലേ? ഇന്ന് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ആയിഷയുടെ പിന്നിലെ കഥ എന്താണ്? ഞാൻ അത്ര അധികം അണിഞ്ഞൊരുക്കുന്നു ഉണ്ടോ? ആസ് എ ഡിസൈനർ കുറച്ചൊക്കെ വേണ്ടേ? വേണം, തീർച്ചയായിട്ടും. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ സൗദിയിലാണ് ജനിച്ച് വളർന്നത്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലിയിൽ, ഒരു പക്ക ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലിയിൽ ജനിച്ച് വളർന്നിട്ടുള്ളതാണ്. അപ്പോൾ ലൈഫിൽ ഒരുപാട് ഡിപ്രഷനും ഒരുപാട് സ്ട്രഗിളൊക്കെ അനുഭവിച്ച് വന്ന് ഇന്നിപ്പോൾ ഓവർകം ചെയ്ത് വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞല്ലോ, ഈ ഡിപ്രഷൻ്റെ തുടക്കമുള്ളൊരു കഥ എന്തായിരുന്നു? എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. എൻ്റെ വീട്ടിൽ 5 മക്കളാണ്, ഞാൻ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ ഇളയ മകൾ എന്ന രീതിയിലുള്ള ഒരു തലോടലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു അനിയത്തിപ്രാവായിട്ടാണ് വളർന്നിട്ടുള്ളത്. ഓടി നടന്ന് കളിച്ച് ചിരിപ്പിച്ച് നടന്ന വ്യക്തിയാണ്. അതെ അതെ. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ ഫാമിലിയിൽ ഒരു ദുരന്തം ഉണ്ടായത്. എൻ്റെ ബ്രദറിന് സുഖമില്ലാണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ സൗദിയിൽ ജനിച്ച് ആ ഒരു ടൈം ഓഫ് പീരീഡിൽ പെട്ടെന്ന് എൻ്റെ ബ്രദറിന് സുഖമില്ലാണ്ടായ സമയത്ത് എൻ്റെ ഒരു 14ാമത്തെ വയസ്സിൽ ഞാനിവിടെ നാട്ടിൽ വന്ന് സെറ്റിലായി. അപ്പം അതുവരെ അവിടെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 10 ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മയുടെ കൂടെ. ആ പ്രായത്തിൽ തന്നെ അത് എൻ്റെ ഉപ്പുമ്മ ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ ഓൾറെഡി. അപ്പം ആ ഒരു ആ ഒരു പ്രതിഫലം എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും കിട്ടുമെന്നാണ് പറയാ ഞങ്ങളുടെ. ശരിക്കും അത് വലിയൊരു പുണ്യമല്ലേ? അതെ അതെ. അപ്പം അങ്ങനെ പക്ക ഓർത്തഡോക്സ് ഫാമിലിയിൽ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനുശേഷം എൻ്റെ ബ്രദറിന് സുഖമില്ലാണ്ടായി. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നാട്ടിൽ സെറ്റിലായ സമയത്ത് ഒരു 17ാമത്തെ വയസ്സിൽ എൻ്റെ എക്സാമൊക്കെ 10ാം ക്ലാസ്സിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉപ്പും ഉമ്മയും കൂടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ എൻ്റെ ഉപ്പ മരിച്ചു. ആ ഒരു ട്രോമ ഞാൻ കുറേ കാലം ഞാൻ സ്വപ്നത്തിൽ കണ്ട് ഞെട്ടിണി. ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ പേടിയാണ്. ആ ഒരു ദിവസം ആലോചിക്കുമ്പോൾ August 14th. അപ്പോൾ എനിക്കിപ്പോഴും ആ ദിവസം വരുമ്പോൾ അതൊരു ഇതായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മാനെ എടുക്കുന്ന സമയത്ത് ഉമ്മയുടെ ഭാഗം മുഴുവനും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം വണ്ടി അടിച്ച സമയത്ത് എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ദൈവം വിചാരിച്ചിട്ടുണ്ടാവും അവളൊരു ചെറിയ പെൺകുട്ടിയല്ല, അവൾ ജീവിച്ചോട്ടെ എന്ന്. അതിനുശേഷം ആ ഒരു വലിയ തകർച്ചയ്ക്ക് ശേഷം അതായിരിക്കാം ചിലപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു മനസ്സിലൊരു ഇത് പറയുമ്പോൾ പോലും ആയിഷയുടെ കണ്ണു നിറയുന്നു. കാരണം ആയിഷയുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പയും ഉമ്മയുവാ. ഇങ്ങനൊരു സംഭവം ചിന്തിച്ചിട്ട് പോലും ഇല്ല ജീവിതത്തിലല്ലേ? നമുക്കറിയില്ലല്ലോ പിന്നെ ലൈഫിൽ ഇങ്ങനെ കുറേ ട്രാജഡി വരും. നമ്മൾ അനാഥമായി പോയി. അപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടെ ബന്ധുക്കൾ നമ്മളെ സ്നേഹിക്കും, എല്ലാവരും വീണ്ടും നമ്മൾ ഉണ്ടാവും. ഇപ്പം പോയാലും നമുക്ക് എല്ലാവരും ഉണ്ടാവുന്നു. പക്ഷെ അത് വെറുതാണ്. അവിടുന്ന് പിന്നെ കാർന്നോമാരും അമ്മാവന്മാരൊക്കെ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിപ്പിക്കാം.
ഉപ്പ മരിച്ചു. ഇനിയിപ്പോൾ ഉമ്മ ഹോസ്പിറ്റല് ഏകദേശം ഒരു 3-4 മാസം കോമ സ്റ്റേജിലായിരുന്നു. അപ്പോൾ അപ്പം തന്നെ ആയിഷയ്ക്ക് അനാഥ എന്നുള്ളൊരു പേര് വന്നു. അതെ, എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുക. കാരണം എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളായിട്ട് പോകണം, ഓരോരുത്തർക്ക് അവരുടെ തിരക്കിൽ പോകണം. അപ്പം ഇതിനെങ്ങനെ വീട്ടിൽ നിർത്തണ്ട, നമുക്ക് കല്യാണം കഴിപ്പിച്ച് വിടാം എന്നുള്ളൊരു ടോക്കൊക്കെ നടക്കുന്നതൊന്നും ഈ തകർന്നിരിക്കുന്ന ഞാൻ അറിയുന്നില്ല. അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ട്, എൻ്റെ ഉമ്മ വേണം, എനിക്ക് എൻ്റെ ഉമ്മാനെ കാണണം, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ പ്രസൻസിൽ വേണം എൻ്റെ കല്യാണം. പക്ഷെ എൻ്റെ ഉമ്മയുടെ പ്രസൻസ് പോലും ഇല്ലാണ്ടാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹം കഴിഞ്ഞു. ഞാൻ എന്ത് പ്രായം ഉണ്ടായിരുന്നു? അന്ന് 17 18ാമത്തെ വയസ്സിൽ ഞാൻ ഒരു കുട്ടിയുടെ അമ്മയായി. 18ാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകി. ആ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ അറിയില്ല. ആ ടൈമിൽ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു, അവർ +2 കംപ്ലീറ്റ് ചെയ്യുന്നു, അവരവരുടെ എക്സാംസ് എഴുതുന്നു. അപ്പം ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, ആ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഫ്രണ്ട്സ് എൻജോയ് ചെയ്യുമ്പോഴും നമ്മൾ കുഞ്ഞുമായിട്ട് വീട്ടിലിരിക്കുക. അതെ. അപ്പോൾ ആ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് കുഞ്ഞിനെ നോക്കാൻ അറിയില്ല, വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. ഇത്രയും ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് വന്നിട്ടുള്ള എനിക്ക് പെട്ടെന്നൊരു വിവാഹ ജീവിതം, അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതം, അല്ലെങ്കിൽ ഒരു വീട്ടിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്താം, അതൊന്നും എനിക്ക് സത്യത്തിൽ എനിക്കത് എന്തൊക്കെയോ ലൈഫിൽ സംഭവിച്ചു പോണ്. ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെപ്പോഴും വിഷമമുണ്ട്. എൻ്റെ മോനെ എനിക്ക് ശരിക്കും വളർത്തറിഞ്ഞ് പറ്റിയിട്ടില്ല എന്നുള്ള തോന്നലൊക്കെ എനിക്ക് വരാറുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലൈഫ് മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് എനിക്കൊരു മോളുണ്ടായി. പിന്നെ യാന്ത്രിക ജീവിതമായിരുന്നു. രാവിലെ എണീക്കണ്, പത്തിരി ഉണ്ടാക്കണ്, ഉച്ചക്ക് ചോറുണ്ടാക്കണ്, രാത്രി ചപ്പാത്തി ഉണ്ടാക്കണ്. അങ്ങനെ ഞാൻ ജീവിച്ചു. എൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഡിസൈനർ ആവുക, അല്ലെങ്കിൽ ഒരു ഫാഷനുമായി ബന്ധപ്പെട്ടിട്ട്. എനിക്ക് ഈ സെലിബ്രിറ്റീസൊക്കെ ഫാഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നും ഞാൻ മാഗസീൻസിലൊക്കെ വായിക്കും, അല്ലെങ്കിൽ TV-യിലൊക്കെ ഞാൻ മാക്സിമം കാണാൻ ശ്രമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള മോഹങ്ങളായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഹെൽത്തി അത്ര ഓക്കെ ആയിരുന്നില്ല. പിന്നീട് അദ്ദേഹം മരിച്ചു. മരിച്ചതിന് ശേഷം, അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹവും കഴിഞ്ഞു, എൻ്റെ ഉപ്പ മരിച്ചു, അതിനുശേഷം എൻ്റെ ഹസ്ബൻഡും മരിച്ചു. എല്ലാം ഒരു റുട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ലൈഫിൽ ഓരോ ഘട്ടങ്ങളും. അദ്ദേഹം മരിച്ച സമയത്ത് അയൽവാസികൾ വരും. എൻ്റെ ആടയാഭരണങ്ങളൊക്കെ ഞാൻ അഴിച്ചു വെച്ചു. ഒരു കാലഘട്ടമുണ്ട്, യുദ്ധ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും കാലം എൻ്റെ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു, ഇനിയെങ്കിലും എനിക്ക് ആയിഷയായി ജീവിക്കണം. ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം എനിക്ക് ജീവിക്കണം, എനിക്ക് ആയിഷയായി ജീവിക്കണം. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആയിഷ, എനിക്ക് ഫാഷൻ അല്ലെങ്കിൽ ഡിസൈനർ ആവാം, അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിരുന്നു. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നീട് എൻ്റെ തറവാട് എൻ്റെ ഉമ്മാടെ അടുത്തേക്ക് വന്ന് അവിടെ ഞാൻ താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ടാണ് ഞാൻ പീച്ചസ് എന്ന് പറഞ്ഞ ബ്യൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നായിരുന്നു എനിക്ക് കാണുന്ന ഈ ആയിഷയിലേക്കുള്ളൊരു മാറ്റം. അപ്പം ജീവിതത്തിൽ കുറേ അനുഭവിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഇപ്പം ആയിഷ ഈ അനുഭവിച്ച കഥകൾ പങ്കിടുന്ന സമയത്ത് ഇതുപോലെ ആയിഷയെ പോലെ അനുഭവിച്ച് കുട്ടികൾ ഇപ്പോഴും ഉണ്ടോ? ഈ 2025 കാലഘട്ടത്തും ഉണ്ടോ? അതായത് ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഓവർകം ചെയ്ത് എന്ന് എനിക്ക് തോന്നി. അതായത് എനിക്ക് ഇന്ന് ഒരു ആയിഷ ആവാൻ പറ്റിയെന്ന് തോന്നി. അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ജോഷ് ടോക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഇനിയുള്ള ഇതേപോലെ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവരയച്ച മെസ്സേജുകൾ എന്തൊക്കെയാണ് പേഴ്സണലി? ഞാൻ വിചാരിച്ചത് സമൂഹത്തിൽ ഇന്ന് സ്ത്രീകൾക്ക് ഒരുപാട്, അതായത് മാറ്റം വന്നു. നമ്മൾ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര മാറ്റം വന്നു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇത്രയും നമുക്ക് മെസ്സേജസും കാര്യങ്ങളും, അതിൽ ചിലർ ഹെൽപ്പ് ചെയ്യുമോ മാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാം എന്നെ ഹെൽപ്പ് ചെയ്യുമോ, ഞാൻ ഡിപ്രഷൻ്റെ വക്കിലാണ്, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡിൻ്റെ വക്കിലാണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഉണ്ടായിരുന്നു. അജിം വിവാഹം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. ഇപ്പം പണ്ടത്തെ പോലെ പെണ്ണ് കിട്ടാനുണ്ടോ? പുരുഷന്മാർക്ക് കിട്ടുന്നവരുണ്ടല്ലോ, കിട്ടുന്നവരുണ്ടാവാം. ഇപ്പം ഈ അടുത്ത് റീസെൻ്റ്ലി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാനില്ല എന്ന്. എന്തുകൊണ്ട് അജിൻ ചിന്തിച്ചിട്ടുണ്ടോ? താല്പര്യമില്ലായ്മയായിരിക്കും.
അവരുടെ അമ്മൂമ്മമാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഒരുപാട് മാറി, സ്ത്രീക്കും പുരുഷനും തുല്യരാണ്, സമത്വമുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും സ്ത്രീ പുരുഷൻ്റെ അടിമ തന്നെ. അത് ആയിഷ അങ്ങനെ പറയാൻ കാരണം ആയിഷയുടെ ജീവിതാനുഭവം അല്ലേ? ഈ ആയിഷയുടെ ജീവിതാനുഭവം പോലെ എല്ലാവർക്കും അനുഭവം വരണമെന്നുണ്ടോ? എൻ്റെ ജീവിതാനുഭവം അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് ഇപ്പം സമൂഹത്തിൽ നമ്മൾ ഇപ്പം സപ്പോസ് നമ്മൾ കല്യാണങ്ങൾ എടുക്കാം, ആരുടെ കഴുത്തിലാണ് താലി കെട്ടുന്നത്? പുരുഷ സ്ത്രീയുടെ. ആരുടെ കാലിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഒരു പെണ്ണിൻ്റെ ഒരു ബ്രൈഡിൻ്റെ കാലിൽ വെള്ളം ഒഴിപ്പിക്കില്ല, ഗ്രൂമിൻ്റെ കാലിൽ വെള്ളം ഒഴിച്ച് അവിടെയും സുപ്പീരിയോറിറ്റി പുരുഷൻ തന്നെ, സ്ത്രീകൾക്കല്ല. അതേപോലെ തന്നെ സമ്മതം ചോദിക്കുക ആദ്യം ആരോടാ? പുരുഷനോടാണ്. അതായത് വിവാഹം കഴിക്കുന്ന വരനോടാണ് ആദ്യം സമ്മതം ചോദിക്കുക. അപ്പോഴും സ്ത്രീ സെക്കൻഡറിയാണ്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് കല്യാണം കഴിച്ചാൽ ജീവിക്കാൻ പറ്റുമെന്നുണ്ടോ? അതേപോലെ തന്നെ നിക്കാഹിൻ്റെ സമയത്താണെങ്കിൽ പോലും ഒരു പെണ്ണ് ഒരു സൈഡിൽ മാറിയിരുന്ന നിക്കാഹ് കാണും. ആ സ്റ്റേജിലെ പെണ്ണിന് അവിടെ കയറിയിരിക്കാൻ പറ്റുമോ? അപ്പം എനിക്ക് ഞാൻ പറയുന്നത് കാലങ്ങളായിട്ട് അനുവർത്തിച്ച് വരുന്ന ഒരു ആചാരങ്ങളാണ് ഇതൊക്കെ. അതിനൊരു മാറ്റവും ഇല്ല ഇപ്പോഴും എവിടെയും. ഇപ്പം നമ്മളിപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ അങ്ങനെയാണ്. എന്തുകൊണ്ട് ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ ഒരു കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കണം? അതങ്ങനെ വരുന്ന രീതിയാണല്ലോ. ഭർത്താവിന് എന്തുകൊണ്ട് ഭാര്യയുടെ വീട്ടിൽ പോയി താമസിച്ചുകൂടാ? താമസിക്കുന്നവരുണ്ട് ഇപ്പം. മെജോറിറ്റിയാ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ പറയണം. എൻ്റെ മോള് +2 പഠിക്കുന്നത്. എൻ്റെ മോളുടെ ഫ്രണ്ട്സ് ഉണ്ട്. ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വിവാഹം വേണ്ട. പിന്നെ ലിവിൻ ടുഗദറാണോ ഉദ്ദേശിക്കുന്നത്? അതെനിക്കറിയില്ല, അത് ചോദിക്കണം. ആയിഷ, ഇപ്പം നമ്മൾ സംസാരിച്ച് വന്നത് മമ്മൂക്കെ നേരിട്ട് കണ്ട് ഒരു ഷർട്ട് കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതെ അതെ, അത് അങ്ങനെ കംഫർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ ഹാപ്പി ആവും. എൻ്റെ ആസ് എ ഡിസൈനർ ഒരുപാട് സെലിബ്രിറ്റീസിന് എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടെന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മമ്മൂക്കാക്ക് ഒരു ഡിസൈനർ ഷർട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് കൊടുക്കാന്നുള്ളതിലുപരി അദ്ദേഹത്തിനെ കാണണം, അദ്ദേഹത്തിനെ സംസാരിക്കുക, അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് നോക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്കൊരു ചാൻസ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആഡ് ഷൂട്ട് നടക്കുന്ന പ്ലാറ്റ്ഫോമിലാണ് എനിക്ക് അവസരം കിട്ടിയത്. അപ്പം ഇവരുടെ കോർഡിനേറ്റേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഡ് ഷൂട്ട് നടക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഈ ഡിസൈനർ ഷർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. അപ്പം ഞാൻ ഡിസൈനർ ഷർട്ട് സെറ്റ് ചെയ്ത് ഇവർ പറഞ്ഞ ദിവസം ഞാൻ പോയി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണല്ലോ. അതെ, നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുന്ന മമ്മൂക്ക. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കൊടുക്കാൻ അവസരം ഇപ്പോൾ ടൈമുണ്ട്, ആളിപ്പോൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇപ്പോൾ ബ്രേക്ക് ടൈമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കുറച്ച് നേരം അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അവസാനം കൊടുത്തോളാം. ഷർട്ട് കൊടുക്കുന്നു മമ്മൂക്കയ്ക്ക്? അദ്ദേഹത്തിന് ഷർട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ ഡിസൈൻ ചെയ്ത ഷർട്ടാണ്, ഏതെങ്കിലും പ്രോഗ്രാമിൽ സാർ ഇതിടണം, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സാർ ഇതിട്ട് കാണണം എന്നുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഷർട്ട് കൊടുത്തത്. മമ്മൂക്ക ഇട്ടോ ആ പ്രോഗ്രാമിന്? അതിപ്പോൾ ഈ അടുത്താണ് നടന്നിട്ടുള്ളത്. ഞാൻ ഓരോ പ്രോഗ്രാമിലും നോക്കാറുണ്ട് പുതിയ പുതിയ അപ്ഡേഷൻസിൽ നോക്കാറുണ്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. എന്തായാലും എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഈ ആയിഷയുടെ ഫോട്ടോയ്ക്ക് താഴെ വന്ന 2 കമൻറ്റ് ഞാൻ വായിച്ചോട്ടെ? നെഗറ്റീവ് ആണെങ്കിൽ പറയണ്ട. നെഗറ്റീവാ, കാരണം ആയിഷയ്ക്ക് ഈ തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ കമൻറ്റ് നോക്കാൻ പറ്റത്തില്ലായിരിക്കാം. അപ്പം 2 കമൻറ്റ് നമുക്ക് നോക്കാം. നീ ഓരോ ഫോട്ടോ ഇടുന്നതും നീ നാട്ടുകാരെ കാണിക്കാനല്ലേ? നിനക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നൂടെ? നിനക്ക് നാണമില്ലേ? എന്തിനാ ഇതിന് മറുപടി കൊടുക്കാനുള്ളത് ഈ മെസ്സേജിന്? ഞാനെന്താ വേണ്ട ഇതൊക്കെ മുറിച്ച് കളയണോ? അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇപ്പം ഇങ്ങനെ ഒരു ശരീരമുള്ള സ്ത്രീ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേർവി ബോഡിയുള്ള ലേഡീസ് ഒരു പിക്സ് ഇടുന്ന സമയത്ത് എന്തിനാണ് ഈ കമൻറ്റോളികൾ ഇതിൻ്റെ അടിയിൽ കിടന്നിട്ട് ഇങ്ങനെ വിരളി പിടിക്കുന്നത്? എന്താ അതിൻ്റെ ആവശ്യം? അടുത്തൊരു കമൻറ്റ് വായിക്കാം. ജീവിച്ച് കാണിക്കുന്നു, കാണിച്ച് ജീവിക്കുന്നു. കാണിച്ച് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള സാധനം തന്നെയാണല്ലോ കാണിക്കുന്നത്, അല്ലാത്തതൊന്നല്ല കാണിച്ചിട്ടുള്ളത്. ഈ കമൻറ്റിലെല്ലാം വരുന്നത് നിനക്ക് കാണിക്കാം, കാണുന്ന ഞങ്ങളുടെ കണ്ണിനാണോ പ്രശ്നം എന്നാണ് ഓരോ കമൻറ്റിലും ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ എന്തോ ആയിഷയ്ക്ക് പറയാനുള്ള മറുപടി? എന്താണ് ഇവർക്കൊക്കെ ഇത്ര പ്രശ്നം?
അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ അത്. എന്തിനാ ഇങ്ങനെ കിടന്ന് വിരളി പിടിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. എന്തിനാ ആൾക്കാർ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? ഇപ്പോൾ ഒരു പുരുഷൻ മസിൽ കാണിക്കുന്നുണ്ട്, അത് വിചാരിച്ചിട്ട് സ്ത്രീകൾ ഓടിപ്പോയി കയറി പിടിക്കും? അല്ല, ഈ പുരുഷനുകളൊന്നും കയറി പിടിക്കുന്നില്ല. ആയിഷ ഇങ്ങനെ ഒരു ഫോട്ടോ ഇടുമ്പോൾ ഒന്ന് കയറി പിടിക്കുന്നുണ്ടോ? ഇല്ല, കമന്റ് ഇടുവാന്നല്ലേ ഉള്ളൂ. അതെ, അപ്പൊ കമന്റ് അതെ. അതേപോലെ ഒരു പുരുഷന്റെ നിങ്ങൾ പറയുന്നത് എന്താ, എന്തിനാ കാണിച്ച് ജീവിക്കുന്നു? അതെ, ആ അജിം പറഞ്ഞതല്ല. അപ്പൊ 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 പുരുഷന് കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല, മസിൽ കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഈ സംസാരിക്കുന്ന ആയിഷയാണോ റിയൽ ലൈഫിൽ ആയിഷ? എന്ത് ഞാൻ റിയൽ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ റിയൽ ആയിട്ടാണ് ഇത്ര നേരം ഞാൻ സംസാരിച്ചത്. റിയൽ അതെനിക്ക് മനസ്സിലായി. ഈ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ഇത് പ്രശ്നം എനിക്കറിയാം. എനിക്ക് അത്രയും കമന്റ്സ്, കാരണം അവൾ അങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ വരുന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ റിയൽ ആയിട്ടാണ് സംസാരിച്ചത്. അജിനാണ് മുഖം മൂടിയിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും മുഖം മൂടിയിട്ട് സംസാരിക്കാണ്ട് മനുഷ്യനായി സംസാരിക്കാം. ഇതിൽ കൂടുതൽ പച്ചയായ മനുഷ്യനാകാൻ പറ്റുമോ ആയിഷ? അല്ല, ഞാൻ പറഞ്ഞതാ. ശരി, ഇനി ആയിഷയുടെ 2025 കാത്തിരിപ്പ് എന്തൊക്കെയാണ്, പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അറിയാം എന്താണ് എൻ്റെ ഫ്യൂച്ചർ എന്ന്. അല്ല, എന്നാലും ആഗ്രഹങ്ങൾ കാണുമോ? ഇനി എന്തൊക്കെയാണ് മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ? ലൈഫ് ഇങ്ങനെ പോട്ടെ മുന്നോട്ട്, സന്തോഷമായിട്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടോ? എല്ലാ മനുഷ്യർക്കും ഈ ലോകം മാറുന്നു ഞാൻ വിചാരിക്കുന്നു. മാറട്ടെ അല്ലേ? അതെ അതെ, നമുക്ക് കാത്തിരിക്കാം. സ്ത്രീകൾക്ക് കുറച്ചും കൂടെ പരിഗണന വേണം സമൂഹത്തിൽ. അപ്പോൾ ഈ ഇന്റർവ്യൂ ഇറങ്ങി കഴിയുമ്പോൾ സ്ത്രീകൾക്ക് പരിഗണന കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര അടിച്ചമർത്തൽ അനുഭവിച്ചാലും പുറത്ത് പറയാതെ അത് മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്ന് അത് അംഗീകരിച്ച് ജീവിക്കുന്ന സ്ത്രീകളോട് ഇനിയെങ്കിലും അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരട്ടെ. ആയിഷയെ പോലെ മിടുക്കിയായിട്ടൊരു കുട്ടി എത്ര അനുഭവിച്ചു കഴിഞ്ഞാലും അതില്ല, അങ്ങനെയല്ല, ഞാൻ ഹാപ്പിയാണ് എന്ന് ചിരിച്ച് പറയുന്നവരെ നമുക്ക് ഒരുപാട് പേരുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര അനുഭവിച്ചാലും പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നല്ല നല്ല ആഭരണങ്ങൾ ഉണ്ടാവും, വില കൂടിയ കാറിലാവും, ചില വീട്ടിലെ മരുമക്കളൊക്കെ നടക്കാം, അത് കണ്ടിട്ടുണ്ടോ? പക്ഷെ പേഴ്സിൽ 10 രൂപ എടുക്കണ്ടാവില്ല. ഞാനല്ല അങ്ങനെ ഒരു ഇതിൽ കടന്നു പോയിട്ടുണ്ട്. പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഒരു വലിയ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് പോയ മരുമോള്, വലിയ വലിയ അടിപൊളി കോസ്റ്റ്യൂം, നല്ല ആഭരണങ്ങൾ ഇതൊക്കെ ഇട്ട് നടക്കുന്ന ഒരു മരുമോൾ. പക്ഷേ കുട്ടി അല്ലെങ്കിൽ അവരുടെ കുട്ടി വന്നിട്ട് പറയാണ് എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചാന്ന് പറയാൻ ചിലപ്പോൾ പേഴ്സിൽ ഭർത്താവിൻ്റെ മുന്നേ പോയി ചോദിക്കണം. സ്വന്തമായിട്ട് ഒരു പൈസ, ഒരു 20 രൂപ പോലും കയ്യിലില്ലാത്ത മരുമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അവരൊക്കെ വലിയ വലിയ കുടുംബത്തിൽ കല്യാണം കഴിച്ച് പോയി ഹാപ്പിയാണെന്ന്. ഒരിക്കലല്ല. ആയിഷ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും ഇതുപോലെ തന്നെ സംസാരിക്കണം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ആയിഷ പോലെ 10 പേര് ഇതുപോലെ റെഡിയാണെങ്കിൽ കാലഘട്ടം മാറും, സ്വഭാവങ്ങൾ മാറും, നിങ്ങൾക്കൊരു പ്രിവിലേജ് കിട്ടും. ഓക്കെ, അപ്പം ആയിഷ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.